beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my. അവര് തമ്മില് കണ്ടുമുട്ടാൻ നേരമായി. ഇനി അത് വൈകിപ്പിച്ചുകൂടാ. എല്ലാം അതിൻ്റെതായ സമയത്തിന് തന്നെ നടക്കും. ബാക്കി 6 ജന്മങ്ങളിലെയും നമ്മുടെ പാതകളെ നമ്മൾ ഒരുമിപ്പിച്ചു കഴിഞ്ഞു. ഇനി 7ാം ജന്മം മാത്രം. ഇതുകൂടി കഴിഞ്ഞാ നീ എനിക്ക് സ്വന്തം. ഒരു ഏഞ്ചല് ഒരു ഡെവിളിനെ സ്നേഹിച്ചാലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ പ്രണയിച്ചത്. എന്റെ ചിറകരിഞ്ഞ് എന്നെ ഭൂമിയിലേക്ക് അയക്കുമെന്നുള്ളതല്ലേ നിയമം. നിന്റെ ചിറകരിയാൻ പോയിട്ട് നിന്റെ ശരീരത്തിലൊന്നും സ്പർശിക്കാൻ പോലും അവർക്ക് ആർക്കും സാധിക്കില്ല. ബിക്കോസ് ഐ ആം ദ കിങ് ഓഫ് ഹെൽ ആൻഡ് യു, നീ എന്റേത് മാത്രമാണ്. പിന്നെ രാജാവിനെ പോലും ചില നിയമങ്ങൾ അനുസരിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് അവർ മുമ്പോട്ട് വെച്ച നിബന്ധനകൾക്ക് ഞാൻ തലയാട്ടി സമ്മതിച്ചത്. അതിൽ ഒട്ടുമിക്ക ശിക്ഷകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അവസാനത്തെ ശിക്ഷ മാത്രം. നമ്മുടെ 7 ജന്മങ്ങളിലെയും പാതിയായി ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യരെ ഒന്നിപ്പിക്കുക. അതിൽ 6 ജന്മങ്ങളും നമ്മൾ പൂർത്തിയാക്കി. ഇനി ഈ ഒരു ജന്മം കൂടി മാത്രം. ഇത് ഞാൻ നിഷ്പ്രയാസം സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നതിന് ഒരു ശക്തിക്ക് നമ്മളെ തടുക്കാൻ കഴിയില്ല. അതെ, ഈ ചെകുത്താനും മാലാഖയും കൂടെ നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഡയലോഗും കൂടെ ഒന്ന് പറയായിരുന്നു. ദേവസേന, ഇതെന്തൊരു അത്ഭുതമാ. ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും നീ വന്നോ? എന്റെ പൊന്നേജല്ലേ, ദേവസേനയല്ല ദേവസേനൻ. ഇനിയെങ്കിലും എന്റെ പേര് പറയുന്നത് പഠിക്കോ. പിന്നെ ദൈവത്തിന് PA-മാരിൽ ഒരാളായി പോയില്ലേ, അപ്പൊ പിന്നെ എന്റെ കർത്തവ്യം എനിക്ക് നിർവഹിച്ചില്ലേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും എവിടെ പോയാലും അവിടെ പുറകെ ഞാനുണ്ടാവണമെന്നാണല്ലോ ഉത്തരവ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ലേ? അതിനെന്തിനാ ഇങ്ങനെ നോക്കുന്ന? അല്ല, നിങ്ങൾ കണ്ടോ? നിങ്ങൾ എത്ര വേടയിലും കണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ലേ. എനിക്കല്ലെങ്കിലും വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഏഞ്ചലെ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇവിടെ നിൽക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അതുവരെ എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. എന്റെ പൊന്നു ചേട്ടാ, ഇന്നലെ ഇവിടെ പുട്ടും കടലും, ഇന്നിവിടെ പുട്ടും പയറും. ഇവിടെ പുട്ടല്ലാതെ വേറെ ഒരു സാധനം ഉണ്ടാക്കൂല. എടാ ചെക്ക, നാവിന് രുചിയുള്ളത് കിട്ടാനേ ഇത് നിന്റെ വീടൊന്നും അല്ല, ഇത് ഹോസ്റ്റലാ. ഇവിടെ ഞാൻ എനിക്ക് സൗകര്യമുള്ള ആഹാരം ഉണ്ടാക്കും, വേണമെങ്കിൽ കഴിച്ചാ മതി. ഇവിടെ വന്ന് പെട്ടുപോയില്ലേ, ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ലല്ലോ. പുട്ടെങ്കി പുട്ട് ഇങ്ങോട്ടിട്. ഹലോ, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇതെന്റെ ഫ്രണ്ടിന്റെ സീറ്റാ. ഞാനൊന്ന് എഴുന്നേറ്റ് പോയേ. ഇത് തന്റെ ഫ്രണ്ടിന്റെ സീറ്റാണെന്ന് എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ മെസ്സിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഇയാളുടെ ഫ്രണ്ട് കഴിച്ചോളും. ഞാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കുന്ന പ്രശ്നമില്ല. ഇന്നലെ നീ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, നിനക്ക് ഇച്ചിരി കൊമ്പ് കൂടുതലാന്ന്. നീ നിന്റെ ഉശിരും വീരുവൊന്നും ഇവിടെ ഇറക്കായിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റോ, അതായിരിക്കും നിനക്ക് നല്ലത്. എടാ ഒന്ന് നിർത്ത്. ഓ, അപ്പോ നീയാണോ ഇവന്റെ ഫ്രണ്ട്? ഇവനെ പറഞ്ഞ് നീ മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ വല്ലോക്ക് ഇവന്റെ മാഞ്ചു കൂട്ടും. എടാ സിദ്ധു, എന്താടാ പ്രശ്നം? ഒന്നുമില്ല. മിസ് കൊറേ നേരായാലോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഇതിനിപ്പോ എപ്പോഴാണാവോ തീരുന്നേ? മിസ്സേ, എനിക്ക് അർജന്റ് ആയിട്ടൊരു കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട് വീട്ടിൽ നിന്നാ. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ? അതിനെന്താ, പോയി കോൾ അറ്റൻഡ് ചെയ്തിട്ട് വാ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ അവസാനത്തെ റൂള് ഞാൻ പറയാം.
ആരും ക്ലാസ്സിൽ താമസിച്ചു വരരുത്. ബി ഓൺ ടൈം. മേ ഐ കം ഇൻ മിസ്? സൈലൻസ്. ആ കൊള്ളാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ ആരും താമസിച്ചു വരരുതെന്ന്. നാളെ മുതല് കൃത്യസമയത്തിന് എത്തണം. ഇപ്പോഴത്തേക്ക് പോയിരുന്നോ? എന്താ നോക്കുന്നേ കുട്ടി? ഇവിടെ ഇഷ്ടംപോലെ സീറ്റില്ലേ, ഇഷ്ടമുള്ളിടത്ത് കയറിയിരുന്നോ. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഹായ്, എന്റെ പേര് പ്രശാൽ. ഹായ്, എന്റെ പേര് റേവൻ. റേവൻ? വെറൈറ്റി നെയിം. ഞാൻ റയാൻ, റിയാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ റേവൻ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നേ. എന്തായാലും ബെല്ലടിച്ചില്ലേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് വല്ലതും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു മാക്കാച്ചിമോറം കാരണം എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് കഴിക്കാൻ കൂടി പറ്റിയില്ല. അതെന്താ പറ്റി? എന്താ സംഭവിച്ചേ? കാര്യം പറ. അതൊക്കെ പറയാൻ മോനെ റേവൻ. ആദ്യം എന്റെ വയറ്റിലോട്ട് എന്തെങ്കിലും ഒന്ന് ചെല്ലട്ടെ, എന്നാൽ എനിക്ക് സംസാരിക്കാനുള്ള ആവതെങ്കിലും കിട്ടുന്നുള്ളൂ. എടാ, നീ എന്താ നോക്കി നിൽക്കുന്നേ? വാ, ഇനിയിപ്പൊ നിനക്കൊന്നും വേണ്ടെങ്കിലും എനിക്കൊരു കമ്പനി താടാ. പ്രശാൽ, എടാ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇന്നലെ നിനക്ക് മിസ് സെൻഡ് ചെയ്ത ആ പ്രോജക്റ്റിന്റെ മോഡൽ ഉണ്ടല്ലോ, അതെനിക്കൊന്ന് അയക്കണേ. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചേർന്ന് നോക്കിയിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഗായ്സ്, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ആ മുരട നിന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കാനില്ല. ഇത് പൊന്നു വേണ്ടേ, ഒന്ന് പതുക്കെ പറയടി. എന്നെ ചെവിയുടെ ഡയഫ്രം വരെ അടിച്ചുപോയി. സത്യമാണോടി നീ പറയുന്നേ? ഇനിയിപ്പൊ ചെവിയുടെ ഡയഫ്രം പൊട്ടി തകർന്നാലും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം അയാളുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇത്രയും മെനക്കെട്ട പണി വേറൊന്നുമില്ല. പഠിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അയാൾക്ക് വേറെ വല്ല ജോലി നോക്കിക്കൂടായിരുന്നോ? വെറുതെ ഉറങ്ങി തൂങ്ങി ചാവാനായിട്ട്. ഇനിയിപ്പൊ എന്തായാലും 2 ഗോസിപ്പ് പഠിക്കാലോ. അതേതായാലും നന്നായി. ഇനിയിപ്പോ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. ആ അതെ അതെ, അല്ലേലും നിനക്ക് അതല്ലേ പറഞ്ഞിട്ടുള്ളൂ, നീ ഉറങ്ങിക്കോ, നന്നായിട്ട് ഉറങ്ങിക്കോ. ഇവൻ കാരണം ഇനിയിപ്പോ എന്റെ ഉറക്കം പോയി. ഇനി ഇവള് പറഞ്ഞ പോലെ 2 ഗോസി പഠിച്ചോണ്ടിരിക്കാം. എന്നാ പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ബോയ് ഏതാ? നിങ്ങളെല്ലാരും എന്റെ പേര് പറയുമെന്ന് എനിക്ക് അറിയാം, എന്നാലും. അയ്യട മോനെ, അങ്ങനെ പറയണെങ്കിലേ വല്ല കണ്ണുപൊട്ടന്മാരും ആയിരിക്കണം. എന്തായാലും നീയുമല്ല, ഞാനുമല്ല, ഇവനുമല്ല. പ്രശാലെ, ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. എന്റെ അഭിപ്രായത്തില് നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ റേവൻ, അവനാണ് ഈ ക്ലാസ്സിലേക്കും അല്ല ഈ കോളേജിലേക്കും വെച്ച് ഏറ്റവും ഭംഗിയുള്ള ചെക്കൻ. അതിവിടെ പറഞ്ഞ സത്യ. എന്ത് ഭംഗിയാണ് ആ ചെക്കനെ കാണാൻ. അവന്റെ ആ തിളങ്ങുന്ന ആ കണ്ണും ആ കുഞ്ഞു മൂക്കും ആ സ്ട്രോബെറി പോലത്തെ ചുണ്ടും കാണുമ്പോ തന്നെ ഉണ്ടല്ലോ, അവനെങ്ങാണ് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഈ കോളേജിലെ ആമ്പിള്ളേര് മൊത്തം അവന്റെ പിറകെ നടന്നേനെ. എന്താണ് മോളെ ജെനിഫറെ ഒരു ചാഞ്ചാട്ടം? അവനെ വേണമെങ്കിൽ നീ എടുത്തോടി. അയ്യടെ മോനെ, എനിക്കെങ്ങും വേണ്ട, നീ വേണേ എടുത്തോ. എനിക്ക് എന്റെ ചെക്കനുണ്ട്, എനിക്ക് അവനെ മതി. പിന്നെ ഞാൻ റേവന്റെ കാര്യം പറഞ്ഞത്, അവൻ ഭയങ്കര ക്യൂട്ടും അഡോറബിളും ആണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ആ റേവനെങ്ങാണ് എന്റെ അനിയനായിരുന്നെങ്കിൽ ദൈവമേ, അവന്റെ കവിളെല്ലാം കൂടി ഞാൻ പിടിച്ച് വലിച്ച് പറിച്ചേനെ. എനിക്കെന്തിനാ? എനിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ സനമോളെ നീ എടുത്തോ. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. നിങ്ങളെ എന്റെ ഫ്രണ്ടിനെ വെച്ച ഈ ലേലം വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന റേവനെ ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അപ്പൊ നീ എന്തർത്ഥത്തിലാ ഇവിടെ കിടന്ന് ഇത്രയും വാചകം അടിച്ചത്? എടാ, നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും നാളായില്ലേ, എന്നിട്ട് നീ അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വല്ലാത്ത അതിശയം തന്നെ. മേ ബി ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും അവന് 100 ആയുസാണല്ലോ. നമ്മൾ പറഞ്ഞോട് നാവെടുത്തേ ഉള്ളൂ. വേണ്ടടാ, ഇനി കണ്ടില്ലെന്ന് പറയത്. അതാണ് റേവൻ. എന്ത് ഭംഗിയാണ് ആ ചെക്കനെ കാണാൻ. അവന്റെ ആ തിളങ്ങുന്ന ആ കണ്ണും ആ കുഞ്ഞു മൂക്കും ആ സ്ട്രോബെറി പോലത്തെ ചുണ്ടും കാണുമ്പോ തന്നെ ഉണ്ടല്ലോ. അതെ, മിസ് വിളിക്കുന്നുണ്ട്. സ്റ്റാഫ് റൂമിലോട് ചെല്ലാൻ പറഞ്ഞു.
ഹലോ, സ്റ്റീവ് അല്ലേ? സ്റ്റീവിനെ മിസ് വിളിക്കുന്നുണ്ട്. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ ഞാൻ തന്നെ സ്റ്റീവ്. സ്റ്റാഫ് റൂമിലല്ലേ? ഞാൻ പൊക്കോളാം. നീ എന്തിനാണ് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നേ? എടാ, സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലാന്ന് മിസ് വിളിക്കുന്നുണ്ടാ, അങ്ങോട്ട് പോവോ? ആടാ, ഞാൻ പോവാ. അവന്റെ അടുത്ത് സംസാരിച്ചപ്പോഴെന്താ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു വിക്കും ഇങ്ങലും ഒക്കെ. ഇനി അവനെന്തേലും വിചാരിച്ച് കാണുമോ? അവനെന്ത് വിചാരിച്ച എനിക്കെന്താ? ഞാൻ അവനോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? മിസ്സിനി ഇപ്പൊ എന്തിനാണാവോ വിളിച്ച് ഇത്രയും നാൾ ലീവ് എടുത്ത് ചോദിക്കാനായിരിക്കും. എന്ത് പറയും? എന്റെ പൊന്നു റേവൻ, നീ എവിടെ പോവാ? ഇങ്ങ് വന്നേ, ഇവിടെ ഇരിക്കേ. ചോദിക്കട്ടെ, നീ എന്താ അവരോട് സംസാരിക്കാത്തെ? അത് പിന്നെ അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ അവൻ നന്നായിട്ട് സംസാരിക്കുള്ളൂ. അല്ലാതെ നിങ്ങളെല്ലാരും കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഇവൻ ഇൻട്രോവേർട്ട് ഒന്നും അല്ല. അതിവൻ സെമിനാർ എടുത്തപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനൊക്കെ ഉണ്ടോ? അപ്പൊ പിന്നെ റേവൻ ഞങ്ങളോട് ആരോടും സംസാരിക്കില്ലെന്നാണോ? അയ്യോ, അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഞാൻ സംസാരിക്കും. പിന്നെ പ്രശാൽ അങ്ങനെ വെറുതെ പറയുന്ന എന്നെ കളിയാക്കാൻ. ഇത് ക്യൂട്ടാണ് നിന്റെ ചിരി കാണാൻ. എടാ, ഞാൻ നിന്റെ കവിളിൽ ഒന്ന് തൊട്ടോട്ടെ പ്ലീസ്. അച്ചടാ, എന്ത് ക്യൂട്ടാടാ ഇവൻ. എടാ, നീ സത്യം പറ, നിനക്ക് ഞങ്ങളുടെ അത്രയും പ്രായമുണ്ടോ? എനിക്ക് നല്ല സംശയമുണ്ട്. അത് ശരിയാ, അത് ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. പിന്നെ ഈ വഴക്കാളി പ്രശാലിന്റെ നാക്ക് പിടിച്ച് മാത്രമാ ഞാൻ ഈ റേവനോടൊന്നും മിണ്ടാൻ പോലും നോക്കാത്തത്. പിന്നെ നീ എന്താ വിചാരിച്ച നിന്നെ പോലും മുതുക്ക് മുറ്റടിച്ചിരിക്കുന്നതാണെന്നോ ഇവൻ നമ്മളെക്കാട്ടിലൊക്കെ ചെറിയ കുട്ടിയാ. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. അവന്റെ ആ തിളങ്ങുന്ന ആ കണ്ണും ആ കുഞ്ഞു മൂക്കും ആ സ്ട്രോബെറി പോലത്തെ ചുണ്ടും കാണുമ്പോ തന്നെ ഉണ്ടല്ലോ. എന്റെ ഉറക്കം കളഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നാണ്ടില്ലേ ശാപം. ആ റേവനെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ലായിരുന്നു. ഇവന്മാരെല്ലാം കൂടെ എന്നെ വിളിച്ച് കാണിക്കുകയും ചെയ്ത് അവനെ കണ്ടപ്പോ തൊട്ട് എന്റെ ഉറക്കവും തീറ്റയും കൂടിയും എല്ലാം നഷ്ടപ്പെട്ട്. എനിക്ക് ബോയ്സിനാണ് ഇഷ്ടം എന്നുള്ള കാര്യം എന്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ഇനിയിപ്പോ ആ റേവന് കാരണം നാട്ടുകാർ മൊത്തം അറിയുന്ന ലക്ഷണമുണ്ട്. നിന്റെ ഉറക്കം പോണം, ഇനിയും ഉറക്കം പോണം. അത് തന്നെയാ എന്റെ ലക്ഷ്യം. എന്നാലേ എനിക്ക് ഏഞ്ചലിനെയും ഡെവിളിനെ ഒന്നിപ്പിക്കാൻ പറ്റൂ. എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കാൻ. അതെ സ്റ്റീവ്, പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വരുമോ? അവിടെ പ്രശാലും സിദ്ധുവും കൂടെ ഭയങ്കര വഴക്കാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടി കൂടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യേ പ്ലീസ്. അവന്റെ ആ തിളങ്ങുന്ന ആ കണ്ണും ആ കുഞ്ഞു മൂക്കും ആ സ്ട്രോബെറി പോലത്തെ ചുണ്ടും. എപ്പോഴും അവൾ പറഞ്ഞ ഡയലോഗ് മാത്രമാണല്ലോ ഈശ്വര എന്റെ മനസ്സിൽ വരുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? സ്റ്റീവ്, ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അവൾ ഭയങ്കര വഴക്കാ. ഒന്ന് വാ. നിർത്തടാ, നിനക്കൊന്നും നാണമില്ലെങ്കിൽ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ. ചുമ്മാ തൊട്ടയും പിടിച്ചും കാര്യം പറഞ്ഞോണ്ട്. ഞാൻ അവസാനമായിട്ട് നിങ്ങളൊക്കെ പറയാം, ഇനി ഇവിടെ കിടന്ന് നിങ്ങൾ അടി ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ സ്റ്റീവന്റെ യഥാർത്ഥ മുഖം നീ കാണും. ജെനിഫർ, സന, ഇവന്മാരെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? എന്തിനറിയാൻ അത്ര ഫോർമാലിറ്റീസ് ഒക്കെ? അവന്മാര് എന്റെ ഫ്രണ്ടും ക്ലാസ്മേറ്റ്സും ഒക്കെ തന്നെ അല്ലേ. പിന്നെ ഈ പ്രശാല സിദ്ധും കൂടെ രാവിലെ ഹോസ്റ്റലിൽ തുടങ്ങുന്ന അടിയാ. അതൊന്നും നിനക്കറിയില്ലല്ലോ. അവിടുന്നേ സമാധാനം ഇല്ലാതെ മനുഷ്യൻ കോളേജിൽ വരുന്നത്. ഇവിടെ വന്നാലൊരു സ്വസ്ഥതയും തരില്ലെന്ന് വെച്ചാ ഇത് വല്ലാത്ത കഷ്ടം തന്നെ. ഇവരുടെ വഴക്ക് മാറ്റിയെടുക്കാൻ ഇനി എന്താ ഒരു വഴി? അതിനിപ്പോ കുറച്ച് നാളത്തേക്ക് വലിയ വഴക്കൊന്നും കാണില്ല. കാരണം അവന്മാർക്ക് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. നമ്മളിതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ക്ലാസ് തുടങ്ങിയിട്ട് 2-3 മാസമായിന്ന് എനിക്ക് അറിയാം. എന്നാലും എന്റെ പേര് സ്റ്റീവ്. എന്റെ വീട് കുറച്ച് ദൂരെയാ. അതുകൊണ്ട് ഞാൻ ഇവന്മാരുടെ കൂടെ ഇവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എന്റെ പേര് റേവൻ. ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ എന്റെ വീട് കുറച്ച് ദൂരെയാ. ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ. അതുകൊണ്ട് അതന്നെ ഒരു ലോങ് ജേർണിയാ എപ്പോഴും ഇങ്ങനെ പോയി വരാന്ന് പറയുന്നേ. പിന്നെ പ്രശാൽ എന്റെ ഫ്രണ്ടാ. ഇപ്പം സന, സിദ്ധു, ജെനിഫർ ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഏത് നേരവും നിന്നെ പറ്റി പറയാൻ മാത്രമേ സമയമുള്ളൂ. ശരിക്കും അവരെന്നെ പറ്റി എന്താ പറയുന്നേ?
ക്യൂട്ട് ആൻഡ് അഡോറബിൾ. എന്താ ഇപ്പൊ പറഞ്ഞേ? എന്റെ പൊന്നു സ്റ്റീവേ, നിന്റെ മനസ്സിലുള്ള പറയാനല്ല അവൻ പറഞ്ഞത്. ഓ, നീ ഇപ്പൊ അവൻ എന്ത് വിചാരിച്ചു കാണും? അതൊന്നുമില്ല. അതായത് ഒത്തിരി ലോങ് ജേർണി എന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ തന്നെ ടൈം ഒത്തിരിയായി, അപ്പം ഇറങ്ങാൻ സമയമായില്ലേന്ന് ചോദിച്ചതാ. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ നമ്മളെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പോവാൻ തോന്നൂ. എനിക്കതില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് എന്തിനാ? എടാ, നീ ഇതെന്താ ആലോചിച്ച് നിക്കുക? ഒന്നുമില്ല, നാളെ കാണാം, ബൈ. അവരെന്തായാലും സംസാരിച്ചു തുടങ്ങി. മറ്റാറ് ജന്മങ്ങളിലെയും പോലല്ല, ഈ 7ാം ജന്മം കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏഞ്ചൽ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ആ റേവനെ പറ്റി ആലോചിക്കായിരുന്നു. അവൻ അവൻ്റെ കുഞ്ഞു ജീവിതത്തിൽ എന്തുമാത്രം ഒറ്റപ്പെടല അനുഭവിച്ചത്. ആരുമില്ലാതെ കഷ്ടം. ഇനിയെങ്കിലും സ്റ്റീവ് അവനൊരു തുണയായാൽ മതിയായിരുന്നു. എന്തിനാ ഏഞ്ചൽ ഇങ്ങനെ വിഷമിക്കുന്നത്? സ്റ്റീവിന്റെ കൺവട്ടം റേവന്റെ മൂളിൽ പതിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഡെവിള് പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഒന്നിപ്പിക്കുക നമുക്ക് ചിലപ്പോൾ നിഷ്പ്രയാസം സാധിക്കുമായിരിക്കും. പക്ഷെ അതിനുശേഷമുള്ളവരുടെ ജീവിതത്തെ പറ്റി ഡെവിൾ എന്താ ചിന്തിക്കാത്തത്? അവര് ജീവിക്കുന്നത് മനുഷ്യ സമൂഹത്തിലാണ്, അല്ലാതെ ഇവിടെ അല്ല. അവിടെ ഒരേ ജെൻഡർ ഉള്ളവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുക എന്നത് കൊടും കുറ്റമായിട്ടാണ് മനുഷ്യർ കാണുന്നത്. അത് മറക്കരുത്. റേവന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവനെ എന്റെ പാതിയായ സ്റ്റീവ് നോക്കിക്കോളും. ബാക്കി 6 ജന്മങ്ങളിലെയും ഏഞ്ചലിന്റെ പാതിയെ സംരക്ഷിച്ചത് എന്റെ പാതിയാണ്. ഈ ജന്മത്തിലും അത് തന്നെ സംഭവിക്കും. ഞാനിത് ഏഞ്ചലിന് കൊടുത്ത വാക്കാ. ഇനി മുതൽ റേവന്റെ ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിരിക്കും സ്റ്റീവ്. എന്നോട് ക്ഷമിക്കൂ. ഡെവിളിന്റെ വാക്കിനെ ഒരിക്കലും വില കുറച്ച് കണ്ടതല്ല ഞാൻ ഭൂമിയിലെ ഒരു സത്യം പറഞ്ഞുവെന്നേ ഉള്ളൂ. എന്തായാലും റേവന് ഇനി മുതൽ നല്ല കാലം തന്നെ ആയിരിക്കും. അതില് ഏഞ്ചലിന് ഒരു സംശയവും വേണ്ട. സ്റ്റീവ്, എന്തിനാടാ ഇങ്ങനെ മഴ നനയുന്നത്? നിനക്കൊരു കൊടയെങ്കിലും കൊണ്ടുവന്നൂടെ? ബുക്കും പുസ്തകത്തിനെ കൊണ്ടുവരാറില്ല. അപ്പൊ പിന്നെ ഒരു കൊടയെങ്കിലും കൈ കരുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ നീയും മഴ നനയാതെ കൊട പിടിച്ച് നടക്കണ്ട. കൊടയെങ്കിൽ താടാ. സ്റ്റീവ്, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിപ്പോ ആരെയും വിളിക്കുന്നേ? എന്തായാലും എടുക്കാം. ഹലോ ഹലോ, എടാ ഞാനാ സ്റ്റീവ്. നിനക്ക് പനി വല്ലതും ആയോടാ? ഇന്ന് നമ്മള് മഴ നനഞ്ഞില്ലായിരുന്നോ? നീ ഇപ്പൊ എന്നോട് എന്താ ചോദിച്ചേ? ഒന്നും കൂടെ പറഞ്ഞേ. എടാ, നിനക്ക് പനി ആയോന്ന്? നീ ഇന്ന് എന്റെ കൂടെ മഴയൊക്കെ നനഞ്ഞതല്ലേ, അപ്പൊ നിനക്ക് പനി പിടിച്ചോന്നാ ഞാൻ ചോദിച്ചത്. എന്താ, നിനക്കൊന്ന് കേൾക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് എന്താ സംഭവിക്കുന്നേ? സ്റ്റീവ് എന്നെ വിളിച്ചപ്പോ എന്തിനാ എന്റെ ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നേ? ആദ്യമായിട്ടാ എന്നെ ഒരാളിങ്ങനെ കെയർ ചെയ്യുന്നേ. എന്തോ ഞാനിപ്പോ അവനോട് എനിക്ക് പനിയാന്ന് പറഞ്ഞാ അവനത് വിഷമാവോ? നീ മിണ്ടാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി നിനക്ക് എന്തെങ്കിലും വയ്യാഴി കാണുമെന്ന്. പിന്നെ ഇനിയിപ്പോ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാലേ നീ ഒന്ന് മിണ്ടായിരുന്നേ. എന്തായാലും സോറിയടാ, ഞാൻ കാരണമല്ലേ നിനക്കിപ്പോ പനി പിടിച്ചേ. ഐ ആം റിയലി സോറി. നീ ഒരു കാര്യം ചെയ്യും, അവിടെ മെഡിസിൻ നല്ല ഇരിപ്പുണ്ടോ നോക്ക്. നീ എന്തിനാണ് സോറി പറയുന്നേ? എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ ഒരാൾ ഇങ്ങനെ കെയർ ചെയ്യുന്നേ. എന്നോട് വയ്യായോ പനിയായോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. നീ കാരണല്ലേ എനിക്ക് എന്റെ ലൈഫിൽ നല്ല നല്ല മൊമെന്റ്സ്. ഓ റേവൻ, നീ എന്തൊക്കെ മണ്ടത്തരെ വിളിച്ച് പറയുന്നേ? എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? ഹലോ റേവൻ, ഹലോ. കട്ട് ചെയ്തോ? ഇവൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ കാരണം അവന് നല്ല മൊമെന്റ്സ് കിട്ടുന്നതെന്നൊക്കെ. ഇനിയിപ്പോ എന്റെ മനസ്സിലുള്ളത് പോലെ അവന് എന്നോട് ഇഷ്ടം കാണുമോ? അങ്ങനൊന്നും കാണില്ല. എനിക്ക് ബോയ്സിനെ ഇഷ്ടമാന്ന് വെച്ച് അവൻ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ.
ഇതിപ്പോ അതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല. അവൻ എത്രയും പെട്ടെന്ന് മെഡിസിൻ വാങ്ങി കൊടുക്കണം. എന്റെ പൊന്ന് സ്റ്റീവേ, നിനക്ക് എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ ഈ ഹോസ്റ്റലിൽ മുഴുവൻ നിന്നെ തപ്പി. നിന്നെ കാത്ത് ഒരാളെ റൂമിൽ ഇരിപ്പുണ്ട്, ആ വഴക്കാളി പ്രശാല്. എന്താടാ, നീ എന്താ എന്നെ കാണാൻ വന്നേ? എടാ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടാ കാര്യം? നിനക്ക് എന്തായാലും എന്നോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, പറയേ. ഞാനിപ്പോ നിന്നോട് പറയാൻ പോകുന്നത് എന്റെ മാത്രം തോന്നലല്ല, ജെനിഫറിന്റെയും സനയുടെയും ഒക്കെ കൂടെ അഭിപ്രായമാ. എടാ, റേവൻ ആദ്യമായിട്ട് എന്നോടാ വന്ന് സംസാരിച്ചത്. അവൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയതും എന്നോട് തന്നെ. പക്ഷേ അവൻ ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പൺ ആയിട്ട് നിന്നോട് സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എടാ, റേവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവനതെല്ലാം മറച്ചു വെക്കുന്നതാ. അതിപ്പം നിനക്കും തോന്നി കാണുമല്ലോ. അവന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഇനി മുതല് നീ ഈ റൂമിൽ താമസിച്ചാ മതി. നീ എന്തൊക്കെയാടാ പരസ്പര ബന്ധമില്ലാത്തവരെന്നൊക്കെ പറയുന്ന? ഞാൻ റേവനെ പറ്റി സംസാരിച്ചപ്പോ നീ എന്നോട് ഇവിടെ താമസിക്കാൻ പറയുന്നോ? അങ്ങനല്ല, നിന്റെ ഉള്ളില് ഇത്രയും നന്മയുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നിന്നോട് ഞാൻ എപ്പോഴും വഴക്ക് കൂടുമെങ്കിലും അതൊക്കെ ഞാൻ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ നമ്മളൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളിൽ പെടുന്ന ആൾക്കാരല്ലേ. ഇനിയിപ്പോ ഞങ്ങളുടെ റൂമിൽ ഒരാളെ വെക്കേറ്റ് ചെയ്തു പോയി, അപ്പം നീ റൂമിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ കൂടി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായാലോ. അതാ ഞാൻ പറഞ്ഞേ. അവന്റെ വീട് എവിടാ? അതിവിടുന്ന് കുറച്ച് ദൂരെയാ. അല്ല, നീ ഇപ്പൊ എന്തിനാ അവന്റെ വീട് അന്വേഷിക്കുന്നേ? ഇപ്പൊ തന്നെ പോയി ചോദിക്കാനാണോ? എന്റെ പൊന്ന് സ്റ്റീവേ, മണ്ടത്തരൊന്ന് കാണിച്ചേക്കല്ലേ. ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല, എനിക്ക് വേറൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാ. നീ എത്രയും പെട്ടെന്ന് ആ ലൊക്കേഷൻ ഒന്ന് എനിക്ക് പറഞ്ഞതാ. എന്റെ മൈൻഡില് ഫുള്ളും സ്റ്റീവനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. എന്റെ ലൈഫ് പോലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇപ്പൊ അവനില്ല. ഇതൊന്നും ശരിയല്ല. സ്റ്റീവന് അവൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അവനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അവന്റെ നാട്ടില് അവൻ ഒത്തിരി കൂട്ടുകാർ കാണും. ചിലപ്പോ അവനെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി പോലും ഉണ്ടെങ്കിലോ? ഇല്ല, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടെ കഴിയില്ല. സ്റ്റീവ്, ഞാൻ എന്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ കരുതുന്ന പോലുള്ള ഒരു ഫീലിങ്സ് ഒന്നും അവനോട് ഇല്ലെങ്കിലോ? വേണ്ട റേവൻ, എനിക്ക് ഈ ഒറ്റപ്പെടൽ തന്നെയാ നല്ലത്. ഇതിപ്പോ ഈ സമയത്ത് ആരാ? കതവ് തുറക്കണോ? തുറന്നേക്കാം. അല്ലെങ്കിലും ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? സ്വന്തം പപ്പയ്ക്കും മമ്മയ്ക്കും പോലെ തന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? ഇനിയിപ്പോ ആരെല്ലാം വന്നതിനെ കൊന്ന് ഈ വീട്ടിലുള്ളൊക്കെ എടുത്തോണ്ട് പോണെങ്കിൽ പൊയ്ക്കോട്ടെ. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? റേവൻ, റേവൻ, നീ ഇത് ഏത് ലോകത്താ? ഞാൻ കഴിഞ്ഞ 10 മിനിറ്റായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്ക. എടാ, നീ എന്താ ഇവിടെ? രാത്രി 1 മണിയായി. നീ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നേ? ഈ ചോദ്യം ഞാൻ ശരിക്കും നിന്നോടാ ചോദിക്കേണ്ടത്. ഈ പനി പിടിച്ചിരിക്കുന്ന ആളെന്തിനാ രാത്രി 1 മണി വരെ ഉണർന്നിരിക്കുന്നത്? അല്ല, നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അതോ അവര് നല്ല ഉറക്കത്തിലാണോ? അല്ല, കോളിംഗ് ബെൽ അടിച്ചപ്പോ കറക്റ്റ് നീ തന്നെ വന്ന് തുറന്നു, അതാ ചോദിച്ചേ. ആണ്, നല്ല ഉറക്കത്തിലാ. അതാ. നീ എന്താ വന്നേ? ഒരു കാര്യം ചെയ്, നീ കേറി വാ. ഇപ്പൊ വീട്ടിൽ കയറി നിന്ന് കഥ പറയാനുള്ള സമയമൊന്നും എനിക്കില്ല. ആ ഹോസ്റ്റൽ വാർഡൻ കാണാതെ എങ്ങനെ ഇവിടുന്ന് ചാടി വന്നത് എനിക്കറിയാം. പിന്നെ നീ ഒന്നും പറയാതെ കോളം കട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ നിനക്ക് മെഡിസിൻ വാങ്ങി വന്നതാ. ഇന്നാ, ഇത് നീ ഇപ്പൊ തന്നെ കഴിക്കണം ഒരെണ്ണം. പിന്നെ രാവിലെ ഒരെണ്ണം കഴിക്ക്. നീ ഓക്കെ ആണെങ്കിൽ മാത്രം കോളേജിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നീ നാളെയും കൂടെ റെസ്റ്റ് എടുക്കും. താങ്ക് യു സ്റ്റീവ്, താങ്ക് യു സോ മച്ച്. നീ വന്നോ? ആ പ്രശാല് പറഞ്ഞു നാളെ അവനവന് സാധനങ്ങളുമായിട്ട് എടാ സ്റ്റീവേ, നീ പോകുന്ന വഴിക്ക് പുതിയ പെർഫ്യൂം എല്ലാം വാങ്ങിയോ? നീ എന്നാ ഈ ഷർട്ട് ഇങ്ങനെ മണപ്പിച്ചു നോക്കുന്നേ? എന്റെ ദൈവമേ, അവൻ ഹഗ് ചെയ്ത ഷർട്ടിന് എന്ത് സ്ട്രോബെറി സ്മെല്ല. അപ്പൊ അവന്റെ ചുണ്ട് മാത്രല്ല, അവൻ ഫുള്ളാ ഒരു സ്ട്രോബെറിയാ. നിനക്ക് മാനസികമായി ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നീ എന്താ ഒറ്റയ്ക്കെന്ന് പിറുപിറുക്കുന്നേ? ഞാൻ ചോദിക്കുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെന്താ കുഴപ്പം? അതൊക്കെ നിനക്ക് വെറുതെ തോന്നതാ. അത് ഞാൻ എന്റെ ബാഗിൽ നിന്ന് ഒരു പുതിയ പെർഫ്യൂം എടുത്ത് അടിച്ചു നോക്കിയതാ കൊള്ളാവൂന്ന്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നീ കിടന്നിറങ്ങിക്കോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. എന്തൊക്കെയോ ഇവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട്, ഞാനത് കണ്ടുപിടിക്കും.
എടാ നിങ്ങൾ അറിഞ്ഞോ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഒന്നുമില്ല. പിന്നെ സീനിയേഴ്സ് ഇവിടെ കുറെ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളോടും കൂടി അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല രസമായിരിക്കുംടാ, നമുക്കൂടെ പോവാം വാ. ഈ ന്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെ നിനക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. ഇനി വല്ല സീനിയേഴ്സുമായിട്ട് നിനക്ക് അധോലോക ബന്ധവും പറ്റും. അത് നീ പറഞ്ഞത് ശരിയാടാ പ്രശാലെ. ന്യൂസ് പിടിക്കാൻ ഇവിടെ കഴിഞ്ഞേ ഉള്ളു വേറെ ആൾക്കാര്. അതുകൊണ്ട് എവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ ഇവള് പലരെയും ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നീയൊക്കെ പറഞ്ഞത് 100% സത്യം തന്നെ. ഇതിപ്പോ ശത്രുക്കൾ തമ്മിൽ ചേർന്ന് എന്നെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. ഓ എനിക്ക് വയ്യാടാ, എനിക്ക് നല്ല ക്ഷീണം. ഞാൻ ഹോസ്റ്റലിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. സ്റ്റീവ് പോവാണോ? ഞാൻ വിചാരിച്ചു ഒരുമിച്ച് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമെന്ന്. ഇനിയിപ്പോ ക്ഷീണമുണ്ടെങ്കിൽ പോയി കിടക്കട്ടെ. എന്നാലും ദേവൻ, നീ അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. ഈ കോഴ്സ് കഴിയുമ്പോ സ്റ്റീവ് നിന്നെ വിട്ടു പോകും. അപ്പൊ പിന്നെ നീ ആരെ ഡിപ്പെൻഡ് ചെയ്യും? അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം റേവൻ. നീ അങ്ങനെ അങ്ങ് പോയാ ശരിയാവത്തില്ലല്ലോ. നീ കുറച്ചും കൂടെ സമയം റേവന്റെ കൂടെ സ്പെൻഡ് ചെയ്തേ പറ്റൂ. അതിനുള്ള വഴി ഇപ്പൊ ഞാൻ ഒരുക്കി തരാവേ. എടാ നീ പോയാൽ എങ്ങനാ? സീനിയേഴ്സ് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത് പെയറായിട്ടാ. ഞാനും ഇവളും ഒരു പെയർ, പ്രശാന്ത് സിദ്ധു ഒരു പെയർ. അത് കഴിയുമ്പോ റേവൻ ഒറ്റയ്ക്കായി പോയില്ലേ? അല്ലെങ്കിൽ വേണ്ട, നീ പോയിക്കോ. ഞാൻ ജാക്കിനോട് പറയാം. അപ്പൊ ഇവനായിട്ട് കമ്പനി കിട്ടുമല്ലോ. ജാക്കോ? അങ്ങനെ പേരാരും റേവൻ ഇവിടെ പേരായിട്ട് നിൽക്കണ്ട. എടി, എനിക്ക് കുഴപ്പമില്ല. റേവൻ ഒറ്റയ്ക്കായി പോവില്ലേ? അപ്പം ഞങ്ങളൊരു പേര്. ഓക്കെ? Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? അപ്പോ നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ ഞങ്ങൾ സീനിയേഴ്സ് ഒരുക്കി തന്ന ട്രീറ്റ് ഒക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഗെയിംസിന്റെ ഒക്കെ ഏകദേശം അവസാന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ്. ഇനിയിപ്പോ പെയറായിട്ടല്ല, നമ്മൾ ഓരോ ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ള നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടീമല്ല, നമുക്ക് നമ്പർ എടുക്കാം, എന്നിട്ട് നമുക്ക് ടീം ആവാം. അപ്പം പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. ഓക്കെ? ദേവസേന, നീ ഇത് എന്തായി ചെയ്യുന്നേ? അവരെ ഒറ്റ ടീമിലല്ലേ ആക്കണ്ടേ? നീ എന്തിനാ അവരെ 2 ടീമിലാക്കാൻ വേണ്ടി നിന്റെ മാജിക് യൂസ് ചെയ്യുന്നേ? ഇപ്രാവശ്യം റേവന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമുക്ക് കണ്ണടച്ചേ പറ്റൂ. അത് കണ്ടില്ലെന്ന് അടിച്ചേ പറ്റൂ. കാരണം അവരെപ്പോഴും ഒരുമിച്ചായിരുന്ന അവർ പരസ്പരമുള്ള വില മനസ്സിലാക്കത്തില്ല. അപ്പം അവരെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ വേർപെടുത്തണം. എന്നാൽ മാത്രമേ ആ പ്രണയത്തിന്റെ ആഴം അവർ തിരിച്ചറിയുകയുള്ളൂ. ദൈവമേ, ഇപ്രാവശ്യം സ്റ്റീവിനെ എന്റെ കൂടെ തന്നെ ടീമിലാക്കണേ. അവൻ വേറെ ടീമിൽ പോകുന്ന കാണാൻ അതെനിക്ക് ഇഷ്ടമല്ല. അവൻ എപ്പോഴും എന്റെ കൂടെ വേണം. ശേ, ഞാനും റേവനും രണ്ട് ടീമിലായല്ലോ. ഒറ്റ ടീമിൽ മതിയായിരുന്നു. സാരമില്ല, ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അയ്യോ വിശക്കുന്നേ. ഗെയിമെല്ലാം കൂടെ കളിച്ചു കഴിഞ്ഞപ്പം 1 മാസം തിന്ന ആഹാരം എല്ലാം ദഹിച്ചു പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അല്ലട സിദ്ധു? ശരിയാടാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷെ നല്ല ഗെയിംസ് ഒക്കെ ആയിരുന്നു. ഇതിപ്പോ വീട്ടിലായിരുന്നെങ്കിൽ അമ്മ ചെല്ലുമ്പോ ചൂട് ചായയും നല്ല മുരിഞ്ഞ പഴംപൊരിയും. ഓ, അമ്മ ഉണ്ടാക്കുന്ന പഴംപൊരിയും വടയൊക്കെ ഒന്ന് കഴിക്കണം. എന്ത് ടേസ്റ്റാന്നറിയോ? ഇവ മനുഷ്യനെ കൊതിപ്പിച്ച് കൊല്ലും. നീ ഇങ്ങനെ ഓരോന്ന് പറയാതടാ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ ഉണ്ടല്ലോ, എന്റെ ദൈവമേ, എന്നാ ടേസ്റ്റാന്നറിയോ? അമ്മമാരുണ്ടാക്കുന്ന ഫുഡിനെ കോമ്പീറ്റ് ചെയ്യാൻ ഈ ലോകത്ത് സ്വർണ്ണക്കട്ടി കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണത്തിന് പോലും കഴിയില്ല. അമ്മ ഇങ്ങനെ ചൂട് ചോറും ചമ്മന്തിയും മുട്ട വറുത്തതും ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് ഒരു ഉരുള അമ്മയുടെ കയ്യിൽ നിന്ന് കഴിച്ചാലുണ്ടല്ലോ, എന്തോ രുചിയാന്നറിയോ? എന്റെ വായില് വെള്ളം വരുന്നു. അതെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാവേ. എടാ നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നേ? എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. ഞാനൊന്ന് കരഞ്ഞോ ടെസ്റ്റ് ചെയ്യൂ പ്ലീസ്. ഇല്ല, ഞാനിപ്പോ ഒന്നും ചോദിക്കുന്നില്ല. നീ കരഞ്ഞോ. നിനക്ക് എത്ര വേണോ നീ അത്രയും കരഞ്ഞോ. എല്ലാം ശരിയാകും. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ തിരക്കാം. ഭയങ്കര ഇടിയും മഴയും, ഇതുവരെ ഇല്ലാത്ത പോലത്തെ മഴ. ഇനി വല്ല സുനാമിയും വരും എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ പൊന്നു പ്രശാലെ, നീ നിന്റെ കരുനാക്ക വിളച്ചിങ്ങനൊന്നും പറയല്ലേ. എന്തായാലും അവളുമാരൊക്കെ നിന്നെയൊക്കെ നോക്കി ഇന്ന് താമസിച്ചോണ്ട് വീട്ടിൽ പോയിക്കോളാൻ ഞങ്ങൾ പറഞ്ഞു. നീയൊക്കെ എന്തിത്ര താമസിച്ചേ? അല്ല, ഇവന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്ത് പറ്റി റേവൻ?
ഈ സ്റ്റീവ് നിന്നെ വല്ലതും ചെയ്തോ പറ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന് 2 കാലിപ്പ് ഞാൻ തല്ലി ഒടിച്ച് തോട്ടിലെറിയും. അയ്യയുടെ മോനെ, നീ ഇങ്ങോട്ട് തല്ലി ഒടിക്കാൻ വരുമ്പോ എന്റെ കൈ 2 മാങ്ങ പറിക്കാൻ പോലെ. ആദ്യം ആരുടെ കൈയും കാലം ഓടിയെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവന് പനിയല്ലായിരുന്നോ, അതിന്റെ അവന്റെ മുഖം ആടിയിരിക്കുന്നെ, വേറൊന്നുമില്ല. എന്നാലും എന്തൊരു മഴയായത്. ഇനിയിപ്പോ റേവൻ നീ എങ്ങനെ പോന്നെ? ഒരു കാര്യം ചെയ്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. അത് സാരില്ലടാ, ഞാൻ പോയിക്കോളാം, എനിക്ക് കുഴപ്പമില്ല, എന്റെ കുടയുണ്ട്. എടാ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഒത്തിരി ദൂരമുണ്ട് നിന്റെ വീട്ടിലേക്ക്. നീ ഈ വയ്യാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല. റേവൻ നിന്നെ കൊണ്ടുവിടും. എടാ അത് വേണ്ട. റേവൻ, നീ ഞങ്ങള് പറഞ്ഞു കേക്ക്, ഇവൻ കൊണ്ടുവിടുന്നതായിരിക്കും നല്ലത്. നീ ഇത്രയും പനിയും പിടിച്ച് ഇനി ഇപ്പൊ ഒറ്റയ്ക്ക് പോവണ്ട, ഇവൻ നിന്നെ കൊണ്ടുവിട്ടോളും. എന്നാ പിന്നെ വാട സിദ്ധു, നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. എവിടേക്കാ നീ പോന്നെ? നിന്റെ വീട് നീ തന്നെ മറന്നുപോയോ? എടാ നിന്റെ വീടെത്തി. എന്നാ ഞാൻ പോവാ. സ്റ്റീവ്, ഇന്നിനിപ്പോ നീ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവണ്ട, ഇവിടെ നിക്ക്. നിനക്കുള്ള ഡ്രസ്സും റൂമും ഒക്കെ ഞാൻ സെറ്റാക്കി തരാം. എടാ, ഇത്രയും മഴയത്ത് നീ തിരിച്ചു പോയി കഴിഞ്ഞാ എന്തോ എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. നീ എതിർപ്പൊന്നും പറയണ്ട, വാ. ഈ ഒരു രാത്രിയെന്ന് മാത്രമല്ല റേവൻ, ഒരു ജന്മം മുഴുവൻ നിന്റെ കൂടെ കഴിയണമെന്ന് എന്റെ ആഗ്രഹം. ഇന്നത്തോടു കൂടി നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കും, അത് ഞാൻ പരിഹരിക്കും. കാരണം എനിക്ക് നിന്നോടുള്ളത് വേറൊരു സൗഹൃദം മാത്രമല്ല, പ്രണയമാണ് എനിക്ക് നിന്നോട്. ഇനി മുതൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരിച്ച് കണ്ണുനീര് പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. ബിക്കോസ് യു ആർ മൈൻ. നീ ആകെ ഫുള്ള് നനഞ്ഞിരിക്കല്ലേ? ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യില് ഒരു പേര് ബാഗി ഡ്രസ് ഉണ്ട്, ഞാനത് നിനക്ക് തരാം. അത് ചിലപ്പോ നിനക്ക് ഫിറ്റ് ആവുമായിരിക്കും. ആദ്യം നീ പോയി ഒരു ടവൽ എടുത്തിട്ട് വാ. എന്താ നിനക്കുള്ള ടവൽ? അവിടാണ് വാഷ്റൂം, നീ അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ. ഇത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതല്ല. നീങ്ങി വന്നേ, നിന്റെ പനി മൊത്തം മാറിയിട്ടില്ല. ഞാൻ നിന്റെ തല നന്നായിട്ട് തോർത്തി തരാം, വാ. അതൊന്നും വേണ്ടടാ, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം. ഒരക്ഷരം നീ മിണ്ടണ്ട. ഇനി നീ എന്തെങ്കിലും ശബ്ദിച്ച നിന്റെ തല മാത്രല്ല, നിന്റെ ശരീരം മുഴുവൻ ഞാൻ തോർത്തി തരും. അത് വേണോ നിനക്ക്? അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ മിണ്ടാതെ നിന്നോളാം. ഇവന്റെ സ്ട്രോബെറി സ്മെല്ല് കാരണം മിക്കവാറും ഞാനിപ്പോ അവനെ കടിച്ചു തിന്നുമെന്ന് എനിക്ക് തോന്നുന്നേ. എന്റെ ദൈവമേ, കുറച്ച് കൺട്രോള് തരണേ. നിന്നോട് ഞാൻ കുറെ ആയി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, പപ്പയും മമ്മിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സ്റ്റീവ്, നീ പറഞ്ഞത് ശരിയാ, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കാ. പിന്നെ പപ്പയും മമ്മിയൊക്കെ ഒരു പേരിന് മാത്രമേ ഉള്ളടാ. ഞാൻ ഒറ്റയ്ക്കാ, ചെറുപ്പം മുതലേ ഞാൻ ഒറ്റയ്ക്കാ വളർന്നത്. എടാ, ഇനിയെങ്കിലും നീ എന്നോട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയേ. ഞാൻ അങ്ങനെ കഞ്ഞിനൊന്നും അല്ലല്ലോ. എന്റെ പപ്പയും മമ്മിയും ഡിവോഴ്സ്ഡ് ഒന്നും അല്ല, പക്ഷെ സെപ്പറേറ്റഡ് ആയവരെ പോലെ തന്നെയാ അവർ കഴിയുന്നത്. എന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങിയ പ്രശ്നം ഇതല്ല. എന്റെ ഗ്രാൻഡ്പ ഉള്ള സ്വത്തുക്കളെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചിട്ട് മരിച്ചുപോയി. പിന്നീട് അനുഭവിക്കുന്നതെല്ലാം ഞാനാ. അവരുടെ ലൈഫിലുണ്ടായ ഒരു ബാധ്യതയായിട്ട് മാത്രമേ അവരെന്നെ കരുതിയിട്ടുള്ളൂ, ഒരു ബേർഡൻ. അല്ലാതെ ഒരു മകനായിട്ട് അവരെന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ കെയർ ചെയ്തിട്ടില്ല. ഞാൻ ന്യൂമോണിയ പിടിച്ച് മരിച്ചു പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തില്. അപ്പൊ പോലും അവരാരും എന്നെ കാണാൻ പോലും വന്നിട്ടില്ല. അറിയോ നിനക്ക്, അവരെന്നെ ഇപ്പൊ കാണുന്ന പൊന്മുട്ടയിടുന്ന താറാവായിട്ടാ. പപ്പയിലും മമ്മയിലും ആരാണോ എന്നെ വശത്താക്കുന്നത് അവർക്ക് ഞാൻ സ്വത്തുക്കൾ എഴുതി കൊടുക്കണമെന്ന് പോലും. എനിക്ക് സ്വത്തും പണം ഒന്നും അല്ല വേണ്ടത്. എനിക്ക് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം, കുറച്ച് സ്നേഹമാ എനിക്ക്. ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോ എന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടായാൽ മതി എനിക്ക്. അല്ലാണ്ട് എനിക്കിതൊന്നും വേണ്ട. ഞാൻ അവരുടെ ആളുടെ പേരിൽ വേണമെങ്കിൽ എഴുതി കൊടുക്കാൻ തയ്യാറാ. പക്ഷെ പപ്പയുടെ മമ്മിയുടെയും 2പേരും പേരിൽ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ അതവർക്ക് ആർക്കും ഇഷ്ടമല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് വേണമല്ല. എന്നെ അവര് ടോർച്ചർ ചെയ്യാ.
എന്നും മമ്മി വിളിച്ച് പപ്പയുടെ കുറ്റം പറയും, പപ്പ വിളിച്ച് മമ്മിയുടെ കുറ്റം പറയും. എന്നെ അവരെ പരസ്പരം അകറ്റാൻ നോക്കുക. പക്ഷെ അവരറിയാത്ത ഒരു സത്യമുണ്ട്, ഞാൻ അവരിൽ നിന്ന് എന്നും അകന്നു പോയി. എന്റെ മനസ്സിൽ പപ്പയും മമ്മയും എന്ന് പറയുന്ന അവർ രണ്ടുപേരും അല്ല. എന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ല. ഞാനിതൊക്കെ ആരോടൊന്ന് പറയുമെന്ന് പറഞ്ഞ് വിഷമിച്ച് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ വീട്ടിലെ കുറെ സെർവൻസ് ഉണ്ട്. അവരെന്നോട് കാണിക്കുന്ന സിമ്പതിയുടെ 1% പോലും എന്റെ പപ്പയും മമ്മേനോട് കാണിച്ചിട്ടില്ല. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചോ ഇല്ലയോ, ഇത് ജീവനോടുണ്ടോ, ഇതൊന്നും ആരും തിരക്കാറ് പോലും ഇല്ല. പക്ഷെ നിങ്ങളെ കണ്ടുമുട്ടിയതിനു ശേഷം സ്നേഹം എന്താണെന്നും കെയറിങ് എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടാ താങ്ങുക? എനിക്ക് പറ്റുന്നില്ല. സ്റ്റീവ്, പ്ലീസ് സ്റ്റീവ്, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്. എനിക്കിതൊന്നും വേണ്ട. എനിക്ക് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം മാത്രം മതി. റേവൻ, ഞാൻ നിനക്ക് വാക്ക് തരാം. ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ ഈ സ്റ്റീവ് ഉണ്ട്, എന്നും എപ്പോഴും. എനിക്കൊന്ന് ഉറങ്ങണം സ്റ്റീവ്. എനിക്ക് നല്ല ഉറക്കം വരുന്നു. എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഒരിക്കലും എന്റെ അപേക്ഷ പോവില്ല. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. ഇന്നലെ എനിക്ക് തന്ന വാക്ക് നീ മറന്നോ? അവരെ കാണുന്നില്ലല്ലോ. സ്റ്റീവ്, ഇതെന്താ ഒരു ലെറ്റർ? ഇന്നലെ രാത്രി തന്ന വാക്ക് ഞാൻ പാലിച്ചില്ലല്ലോ എന്ന പരിഭവമായിരിക്കും നിന്റെ മുഖത്തിപ്പോ. അതെനിക്കറിയാം. പക്ഷെ അതങ്ങനൊന്നും അല്ല റീവൻ. നിനക്കും എനിക്കും വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. അതിനു വേണ്ടിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോണായിരുന്നു. ഇനി അത് വൈകിച്ചുകൂടാ. ഇന്ന് തന്നെ പോണായിരുന്നു. പിന്നെ നിന്റെ ഉറക്കം കണ്ടപ്പോ നിന്നെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ച് അതിന് കൂടുള്ള മെഡിസിൻ കഴിച്ചിട്ട് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക. അപ്പോഴേക്ക് ഞാൻ തിരിച്ചെത്തും. ഹലോ മോൻ, അവിടെ നിന്ന് നിന്നേ. നിങ്ങളെന്താ ഇവിടെ ഈ മെൻസ് ഹോസ്റ്റലിന്റെ മുമ്പില് വായി നോക്കാൻ വന്നതാ? പോടാ, അത് നിന്റെ സ്വഭാവം. അത് നീ ഞങ്ങളുടെ മണ്ടയ്ക്ക് കെട്ടിവെക്കാൻ നോക്കണ്ട. പിന്നെ ശരിക്കും ഇപ്പൊ നോക്കാൻ പോകുന്നത് നീയാണല്ലോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റേവന്റെ കാര്യം പിന്നെയും പോട്ടെ, അവ പറഞ്ഞില്ലേ സാരില്ല. പക്ഷെ നിനക്ക് ഞങ്ങളോടെല്ലാം തുറന്നു പറയാറുന്നല്ലോ. ഞങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞുവെന്നും ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്നും ഒക്കെ ആയിരിക്കും നിന്റെ മനസ്സിലുള്ള ചോദ്യം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ എന്തായാലും പ്രത്യേകിച്ച് സമയം കളയാനൊന്നുമില്ല. നീ ചെന്ന് റേവനെ പ്രപ്പോസ് ചെയ്ത് അവൻ യെസും പറയുന്ന കേട്ടിട്ട് നീ അവനെ കൂട്ടി ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ട് ജീവിച്ചോണം. എന്റെ റേവന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണുനീര് നീ കാരണം വീഴാം. ഒന്നു മോനെ, റേവന്റെ ആരാണെന്നൊന്നും ഞങ്ങൾ നോക്കത്തില്ല. നിന്റെ കാലിലുണ്ട് തല്ലി ഒഴിച്ച് പൊട്ടക്കണത്തി താത്തു. സ്റ്റീവ് എത്തിയെന്ന് തോന്നുന്നു. നിങ്ങളെന്താ എവിടെ? അതെന്താ അങ്ങനൊരു ചോദ്യം? സ്വന്തം മകനെ കാണരുതെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. മകനോ? ഞാനോ? അങ്ങനെ പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? യോഗ്യതയില്ലാത്തതേ ഞങ്ങൾക്കല്ല, നിനക്കാ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സെർവൻസ് വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലല്ലോ. ആഹാ, വന്നല്ലോ പനമാല. നിന്നെ തന്നെ ഞങ്ങള് കാത്തിരുന്നത്. നിനക്ക് വേറെ ഒരു പണിയില്ല അല്ലെ? നല്ല കുടുംബത്തിൽ പിറന്ന ചെക്കന്മാരെ എനിക്ക് കണ്ടിട്ട് തന്നെ അറപ്പ് തോന്നാം. ഓഹോ, അപ്പോ നിങ്ങളാണല്ലേ ഇവന്റെ അച്ഛനും അമ്മയും. അതെ, അറപ്പും വെറുപ്പും തോന്നേണ്ടത് നിങ്ങൾക്ക് എന്നോടല്ല, എനിക്ക് നിങ്ങളോടാ. നിങ്ങളുടെ രണ്ടര ചരിത്രമൊക്കെ എനിക്കറിയാം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ ഇവിടെ കിടന്ന് കൂടുതൽ വിളയണ്ട. ഇത് ഞങ്ങളുടെ വീടാ. നീ ഇവിടെ ഇറങ്ങി പോണ്ടത്. ഇവിടെ വന്ന് കിടന്ന് നിന്റെ വാട്ടണ്ട. ഇറങ്ങി പോടാ. നിങ്ങളിത് നിർത്തുന്നുണ്ടോ? സ്റ്റീവ്, പ്ലീസ്, നീ ഒന്ന് പോ. നീ ഇപ്പോഴത്തേക്കൊന്ന് പോ സ്റ്റീവ്, പ്ലീസ്. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എന്റെ മോനെ ഈ പപ്പയും മമ്മി കഴിഞ്ഞുള്ളൂ, ബാക്കി ആരുന്ന്. ഇനിയിപ്പോ നീ അന്ന് പറഞ്ഞ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചു.
നീ ആ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ രണ്ടുപേരും പേരിൽ എഴുതാം, ഞങ്ങളെ 50-50 ഷെയർ ചെയ്തെടുത്തോളാം. ഞങ്ങൾക്ക് അതിലൊരു പ്രോബ്ലം ഇല്ല. ഇനി നിനക്കൊരു ലൈഫ് പാർട്ട്ണറിനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ശരിയാക്കി തരാം. ചിന്നർത്തോ പപ്പയും മമ്മിയല്ലേ, ആ വാക്കുകൾ പറയാനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഇതുവരെ ഞാൻ നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ വിളിച്ചിട്ടുള്ളൂ, പക്ഷെ ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. നിങ്ങൾക്ക് വേണ്ട സ്വത്തല്ലേ, അതേ എഴുതിത്തരാം. അത് എഴുതി തന്നു കഴിഞ്ഞാൽ എന്റെ തല്ലുള്ള ബാധ്യത നിങ്ങൾക്ക് പോയി കിട്ടുമല്ലോ. പിന്നെ മകനാണ് മകളാണെന്ന് പറഞ്ഞ മുമ്പിൽ വന്നു പോയത്. അവനെ ഞാൻ പറഞ്ഞു വിട്ട എന്തിനാന്നറിയോ? അവന്റെ മനസ്സിൽ എനിക്കൊരിത്തിരി സംസ്കാരമുണ്ട്, അത് കളഞ്ഞു വിളിക്കേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്ക് നിങ്ങളോട് ചിലർക്ക് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ എഴുതിത്തരാം. അത് എന്റെ ജീവിതമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആരെ എന്റെ പാർട്ട്ണറായിട്ട് സ്വീകരിക്കണം എന്നുള്ളത് എന്റെ അവകാശമാണ്. നിങ്ങൾ എന്നെ ഒരു മകനായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവസരം ഞാൻ തന്നേനെ. പക്ഷെ അത് തരേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ ഇത്ര നാള് ജീവനോടെ നോക്കിയത് പോലും സ്വത്തിന് വേണ്ടിയിട്ടാ. എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണ്ട, പണവും വേണ്ട, ആരുടെ പേര് വേണമെങ്കിലും എഴുതരാം. എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് പോകരുത്. ഞാൻ ന്യൂമോണിയ ബാധിച്ച് 3-4 മാസം ആശുപത്രി കടന്നു, മരണത്തോട് മല്ലടിച്ചു. ഒരു പ്രാവശ്യം ഈ പപ്പയും മമ്മി എന്ന് പറഞ്ഞ ഈ 2 പേരെന്നെ കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടുള്ള സെർവൻസ് എന്നോട് കാണിച്ച സിമ്പതിയുടെ 1% കാണിച്ചോ? ഇല്ല. എന്നിട്ട് വന്നിരിക്കുന്നു പപ്പയും മമ്മിയാന്ന് പറഞ്ഞു. ഇപ്പം ഈ പേപ്പറിൽ ഞാൻ സൈൻ ചെയ്തുതരും. അതിനുശേഷം എന്റെ കൺമുമ്പിൽ നിങ്ങൾ 2 പേരെ കണ്ടുപോകരുത്. ഹലോ പ്രശാൽ, എടാ സ്റ്റീവ് അവിടെ ഉണ്ടോ? ആ, പ്രശ്നമൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്ക് അവരോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് വരാം. സ്റ്റീവ്, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോടാ? ഞാനോട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? എന്നോട് ക്ഷമിക്കടാ പ്ലീസ്. അപ്പോഴത്തെ നീ സോറി ഒന്നും പറയണ്ട. നിന്റെ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ പോകുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, നീ എന്താ പറയാൻ വരുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അത് ആദ്യം പറയേണ്ടത് ഞാനാ. എന്റെ ജീവിതം വറ്റി വരണ മരുഭൂമി പോലായിരുന്നു. അവിടെ സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, കെയറിങ്ങിന്റെ ഒക്കെ പെരുമഴ പെയ്ച്ചത് നീയാ. ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സ്റ്റീവ്. I love you. I love you so much, Steve. I love you. എന്റെ ശരീരത്തിലെ അവസാന ശ്വാസം എടുക്കുന്നത് വരെയും ഞാൻ നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇനി നീ ഒറ്റപ്പെടൽ എന്താന്ന് അറിയില്ല. അതറിയാൻ നിന്നെ ഞാൻ അനുവദിക്കയില്ല. ഇനി മുതൽ നിന്റെ ജീവിതത്തില് സ്നേഹത്തിന്റെ പെരുമഴയല്ല, സുനാമി ഉണ്ടാവാൻ പോന്നെ. ഞാനന്ന് പോയത് എന്റെ നാട്ടിലേക്കാ, അച്ഛനോടും അമ്മയോടും നിന്നെപ്പറ്റി സംസാരിക്കാൻ. അവർക്ക് എന്റെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. എന്നാലും നിന്റെ കാര്യങ്ങള് ഒന്ന് കൺഫേം ചെയ്ത് പറയണമെന്ന് അച്ഛനും അമ്മ എപ്പോഴും പറയും. ഇനിയിപ്പോ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പക്ഷേ അതിനു മുമ്പ് എന്ത് പക്ഷേ? ഒരു പക്ഷേ അല്ല, നമുക്കിപ്പോ തന്നെ പോവാം. മോനെ റേവൻ, നിന്റെ കഴുത്തിൽ എന്താണ് ഒരു ചുമന്ന പാട്? അത് പിന്നെ നിനക്ക് അറിയത്തില്ല ജെനിഫറെ. അതേ, കൊതുക് കടിച്ചതാ, മോസ്കിറ്റോ ബൈറ്റ്. കഷ്ടമുണ്ട് കേട്ടോ, എന്നെ ഇനി കളിയാക്കല്ലേ. ഞാൻ സ്റ്റീവിനോട് പറഞ്ഞു കൊടുക്കും. അമ്പടാ, നീയാള് കൊള്ളാലോ. എങ്ങനെയിരുന്ന ചെറുക്കനായിരുന്നു, മനുഷ്യനോട് പോലും മിണ്ടത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ജെനിഫറേ,
ഇവനിട്ടൊരു പണി കൊടുത്താലോ? എന്റെ ദൈവമേ, എടാ സ്റ്റീവ് വരുന്നുണ്ട്. ഇവനെങ്ങാനും നമ്മൾ കളിയാക്കിയ കാര്യം പറഞ്ഞു കൊടുത്താ നമ്മുടെ കാര്യം കട്ടപ്പോക. ഓടിക്കോ. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എടാ അത് പിന്നെ ഞങ്ങള് മൊസ്കിറ്റോ ബൈറ്റിനെ കുറിച്ച് വളരെ ആധികാരികമായി ചർച്ച ചെയ്യുകയായിരുന്നു. മൊസ്കിറ്റോ ബൈറ്റോ? അതെന്താ സാധനം? അതൊന്നുമല്ല സ്റ്റീവ്, നമുക്ക് പെട്ടെന്ന് പോവാം. നീ അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ കാര്യം പറയുമ്പോ എനിക്കവരെ കാണാനായിട്ട് കൊതിയാവാ. വാ പോവാം. അയ്യോ, അങ്ങനെ എന്റെ വലിയൊരു ജോലി ഒഴിവാക്കി കിട്ടി. എന്തായാലും ഏഞ്ചലും ഡെവിളും സ്റ്റീവും റേവനും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇനിയിപ്പോ ഞാനെന്താണാവോ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുന്നത്. എന്റെ പൊന്നു ദൈവമേ, എന്റെ കാര്യം ഒന്നും മിന്നിച്ചേക്കണേ.